കലാമണ്ഡലം സത്യഭാമ കറുത്തവർക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കെ വിചിത്രമായ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. വെളുത്തവർ പാടുന്നത് കാണാൻ രസമാണെന്നും കറുത്തവർ മേക്കപ്പ് ഇട്ട് പാടിയാൽ മതിയെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നാൽ നിറം നോക്കി കലയെ അളക്കരുതെന്നും പി.സി. ജോർജ് എടുത്തു പറയുന്നുണ്ട്. കലാമണ്ഡലം സത്യഭാമയോട് അരിശം തോന്നുന്നില്ല. അവർ പറഞ്ഞതിൽ അല്പം സത്യവുമുണ്ട്. എന്നാൽ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ കഴിവുകളെ വിലയിരുത്തുന്നത് ശുദ്ധ അബദ്ധമാണ്. സ്ത്രീ പുരുഷ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ കലയെ വിലയിരുത്തുന്നതും തെറ്റാണ്. ഡാൻസ് സ്ത്രീകളുടെ കുത്തകയല്ല. നടൻ വിനീതിനു മുൻപിൽ സ്ത്രീകളായ നർത്തകർ പോലും പരാജയപ്പെടുകയാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള കലയെ നിറം, ജാതി, സംസ്കാരം എന്നിവ അടിസ്ഥാനമാക്കി വിലയിരുത്താതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ സുന്ദരനായ ആൺകുട്ടിയോ സുന്ദരിയായ പെൺകുട്ടിയോ പാടുമ്പോൾ രസം തോന്നും. കറുത്ത പെൺകുട്ടി പാടുന്നുണ്ടേ നല്ലവണ്ണം മേക്കപ്പ് ഇട്ട് നിർത്തിയാൽ മതി, കുഴപ്പം തീർന്നുവെന്നും പി.സി. ജോർജ് പരിഹാസത്തോടെ പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ നേതാവ് രാഷ്ട്രീയം പറയാനും മറന്നില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി.ജെ.പി. നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. 2029 ബി.ജെ.പി. നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമെന്നും ഒട്ടും ആത്മവിശ്വാസം കുറയ്ക്കാതെ തന്നെ പി.സി. പറഞ്ഞു. കൂടാതെ കോഴിക്കോട് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയായ എം.ടി. രമേശിന് വോട്ട് ചെയ്യണമെന്നും പി.സി. ജോർജ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ എം.ടി. രമേശിനെ കുറിച്ച് ആർക്കെങ്കിലും കുറ്റം പറയാൻ സാധിക്കുമോ? അദ്ദേഹം വിജയിച്ചാൽ കഴിഞ്ഞ 15 വർഷം കൊണ്ടുണ്ടായ നഷ്ടം നികത്താൻ മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടാകും. ഇത്തവണ കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. നിശ്ചയിക്കുന്ന മുഖ്യമന്ത്രി ഉണ്ടാകും. 2029 ഒറ്റ തെരഞ്ഞെടുപ്പ് നടക്കും. അന്ന് ബി.ജെ.പി. മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും പി.സി. ജോർജ് ചൂണ്ടിക്കാട്ടി. അതേസമയം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയാകാത്തതിൽ പി.സി. ജോർജിന് നീരസമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ജനപക്ഷം പിരിച്ചുവിട്ട് ബി.ജെ.പിയിൽ ചേർന്നത് ഈ ഉപാധിയോടെയായിരുന്നു. സീറ്റ് ലഭിക്കാത്തതിലുള്ള നീരസം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയെ പത്തനംതിട്ടയിൽ ആർക്കും അറിയില്ലെന്നും പരിചയപ്പെടുത്തിയെടുക്കേണ്ടി വരുമെന്നുമായിരുന്നു പി.സി. ജോർജിന്റെ അന്നത്തെ പ്രതികരണം. ബി.ജെ.പി. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ പൊട്ടിത്തെറിക്കാൻ പോലുമാകാതെ നിസ്സഹായനായി പി.സി. ഇരുന്നിരുന്നു. തനിക്കോ മകനോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച പത്തനംതിട്ട സീറ്റ് അനിൽ ആന്റണിക്ക് ബി.ജെ.പി. നീക്കിവെച്ചത് പി.സിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വെള്ളാപ്പള്ളിയും മകൻ തുഷാറുമാണ് തനിക്ക് പാര വെച്ചതെന്ന് ജോർജ് തുറന്നടിച്ചിരുന്നു. താൻ പത്തനംതിട്ടയിൽ മത്സരിക്കരുത് എന്നാഗ്രഹിച്ച മറ്റൊരാൾ പിണറായി വിജയനാണ്. NSS തന്നെ പിന്തുണച്ചു. അതിൽ നന്ദിയുണ്ട്. അനിൽ ആന്റണി പത്തനംതിട്ടയ്ക്ക് പറ്റിയ സ്ഥാനാർത്ഥിയല്ല, ചെറുപ്പക്കാരനാണ്. ഡൽഹി മാത്രമേ അദ്ദേഹത്തിനറിയൂ. പത്തനംതിട്ടയെ കുറിച്ച് ഒന്നും അറിയാത്ത അനിലിനെ പരിചയപ്പെടുത്താൻ പോസ്റ്ററുകൾ കൂടുതൽ അടിക്കേണ്ടി വരുമെന്നായിരുന്നു ജോർജിന്റെ പരിഹാസം. സ്വന്തം അച്ഛന്റെ വോട്ട് പോലും കിട്ടാത്ത സ്ഥാനാർത്ഥിയായിരിക്കും അനിലെന്നും ജോർജ് പറഞ്ഞിരുന്നു. സത്യത്തിൽ ആന്റോ ആന്റണിയും അനിൽ ആന്റണിയും തോമസ് ഐസക്കും കച്ചമുറുക്കി ഇറങ്ങിയ മണ്ഡലമാണ് പത്തനംതിട്ട. അവിടെ പി.സിക്ക് ഒരു സ്ഥാനവുമില്ല. സിറ്റിംഗ് മണ്ഡലം തന്നോടൊപ്പം അടിയുറച്ചു നിൽക്കുമെന്ന പ്രതീക്ഷയാണ് ആന്റോ ആന്റണിക്ക്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കരുത്തനാണ് തോമസ് ഐസക്. തന്റേതായ ശൈലിയിൽ വേറിട്ട പ്രചരണമാണ് അദ്ദേഹത്തിന്റെ ആയുധം. അതിനിടയിലേക്ക് പി.സി. പോലും അറിയാതെ അപ്രതീക്ഷിതമായിട്ട് എത്തിയതാണ് അനിൽ ആന്റണി. ഏതായാലും ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.